നമസ്കാരം. പ്രതിസന്ധികളും പ്രതിഷേധങ്ങളും ഉയർന്നാലും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പി. എന്നത് ഒരു പൊതു വിലയിരുത്തലാണ്. എന്നാൽ ആ വിലയിരുത്തൽ ഒന്നുകൂടി ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതും ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബി.ജെ.പിയുടെ ആശയം തന്നെയാണ് ഇനി പല നിർണായക തീരുമാനങ്ങൾക്കും വഴിതെളിക്കുന്നത്. നിലവിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. എന്നാൽ ഇതിനുശേഷം പലതും നടക്കാൻ സാധ്യതയുണ്ട്. നിയമവകുപ്പ് മന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിലേക്കും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുകയെന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവരുന്ന ബില്ല് അവതരിപ്പിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ദിവസമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ലിന്റെ കരട് ഇന്നലെ എംപിമാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷം കടുത്ത എതിർപ്പുയർത്തുന്ന സാഹചര്യത്തിൽ ബില്ല് സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും. 2029 മുതൽ നിയമം നടപ്പിൽ വരുത്താമെന്നാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള സമിതി കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഈ കാലയളവിലെ ഒറ്റ തിരഞ്ഞെടുപ്പ് പ്രായോഗികമല്ലെന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ രാഷ്ട്രീയ സമവായം ഉണ്ടാകുന്നതും പാർലമെന്റിൽ ബിൽ പാസാക്കുന്നതും ഒരു തുടക്കം മാത്രമാണെന്നും കമ്മീഷൻ പറയുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ ജോലികൾ ആരംഭിക്കുക. 2025 അവസാനമോ 2026 ആദ്യമോ ബിൽ പാസ്സായാലും ഒരുക്കങ്ങൾക്ക് ധാരാളം സമയം വേണം. ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി വോട്ടിംഗ് യന്ത്രങ്ങൾ ഒറ്റ തിരഞ്ഞെടുപ്പിനായി നടത്താൻ വേണം. അത് നിർമ്മിക്കുന്നതിന് വേണ്ടി 3 വർഷത്തോളം എടുക്കുമെന്നും കമ്മീഷൻ പറയുന്നുണ്ട്. 2029 ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അതിനിടയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകളുടെ നിയമസഭാ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ടി വരും. 4 വർഷം, 3 വർഷം, 2 വർഷം, 1 വർഷം എന്നിങ്ങനെയാകും ഈ വെട്ടിക്കുറയ്ക്കൽ. ജാർഖണ്ഡ്, ബീഹാർ, ദില്ലി എന്നീ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 4 വർഷമായി ചുരുങ്ങുമ്പോൾ കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളുടെ നിയമസഭാ കാലാവധി 3 വർഷമായി കുറയും. 2 വർഷത്തെ മാത്രം കാലാവധി ഉണ്ടാകുക മണിപ്പൂർ, ഗോവ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളുടെ നിയമസഭകൾക്കായിരിക്കും. ഹിമാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, കർണാടക, തെലങ്കാന, മിസോറാം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതുതായി അധികാരത്തിൽ വരുന്ന സർക്കാരിന് 1 വർഷം മാത്രമായിരിക്കും അധികാരത്തിൽ തുടരാൻ സാധിക്കുക. എന്നാൽ എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും ഈ ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബി.ജെ.പി. അതേസമയം പ്രതിപക്ഷത്തിന്റെ പോലെ പ്രതിഷേധങ്ങൾ കൊണ്ട് പേടിച്ചോടുന്ന പാരമ്പര്യം ബി.ജെ.പിക്ക് ഇല്ലെന്നും ബി.ജെ.പി. നേതാക്കൾ പ്രതിപക്ഷത്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.